അരുൺകുമാർ തൃശൂരിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ RSS നേതാവ് ഷാജി വരവൂർ ഒരേ സമയം ആലത്തൂർ മണ്ഡലത്തിലും അതേസമയം തന്നെ തൃശൂർ മണ്ഡലത്തിലും വോട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ ജനവിധി ഒരു അട്ടിമറിയിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന സംശയം ബലപ്പെടുകയല്ലേ അരുൺകുമാർ? തീർച്ചയായും ഇപ്പോ ഇന്നലെ മുതൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ച നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ RSSന്റെ തീരുമാനപ്രകാരം ഇത്തരത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ച് വ്യാജ വോട്ടുകൾ ചേർത്ത് കൃത്രിമമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ള വാർത്ത 2-3 ദിവസമായി ലൈവായിട്ട് ചർച്ചയാണ്. കേരളത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ട്. കാരണം BJP 70,000 വോട്ടിന് തൃശൂർ മണ്ഡലത്തിൽ വിജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തിന് പിന്നിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുണ്ട് എന്നുള്ള വാർത്ത ഇന്നലെ മുതൽ തന്നെ പുറത്തു വരികയാണ്. ഇപ്പോൾ ഒരു വീട്ടമ്മ തന്നെ തന്റെ ഫ്ളാറ്റിന്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 9 വോട്ട് ചേർത്ത വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ വെളിപ്പെടുത്തി. ഇപ്പോൾ RSS നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ ഇരട്ട വോട്ടുണ്ട് എന്ന രൂപത്തിൽ വിവരം പുറത്തു വരികയാണ്. ഒന്നാമത്തെ കാര്യം, ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരാൾ തുടർച്ചയായി 6 മാസം താമസിക്കണം. ഏതെങ്കിലും തരത്തിൽ വാടക ചീട്ടോ മറ്റോ കാര്യങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. 6 മാസം അദ്ദേഹം താമസിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഇരട്ട വോട്ട് പാടില്ല. ഒരാൾക്കൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് പാടില്ല. ഇവിടെ തൃശൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മണ്ഡലത്തിന് പുറത്തുള്ള സ്റ്റേറ്റിന് തന്നെ പുറത്തുള്ള നിരവധി ആളുകളെ വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും അവർ 6 മാസം തുടർച്ചയായിട്ട് അവിടെ താമസിക്കുകയോ സ്ഥിരമായിട്ടോ വാടകയ്ക്കോ 6 മാസം താമസിച്ചു എന്നുള്ള വിവരം ഇല്ലാതെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താതെയാണ് നൂറുകണക്കിന് വോട്ടുകൾ അങ്ങനെ ചേർത്തതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഇരട്ട വോട്ട് നേടിക്കൊണ്ട് അവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതെല്ലാം തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് BJP രാജ്യത്താകമാനം തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായി ഈ കേരളത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വേണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ആ സ്ഥലത്ത് 6 മാസത്തിലധികം സ്ഥിര താമസക്കാരനായിരിക്കണം എന്ന നിബന്ധനയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ സമയത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ എന്റെയോ താങ്കളുടെയോ വിലാസത്തിൽ ഒരു പോസ്റ്റ് കാർഡിൽ മറ്റൊരാൾക്ക് ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വരെ അവിടെ പേര് ചേർക്കാൻ പറ്റുമായിരുന്നു. ആ രീതിയിൽ ലളിതമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആളുകളെ വോട്ടേഴ്സ് പ്രക്രിയയിൽ അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയയിൽ ഭാഗമാക്കുക എന്ന ഉദ്ദേശമായിരുന്നു എന്നാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ഉദ്ദേശത്തെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണോ? ഈ തട്ടിപ്പുകൾക്ക് കമ്മീഷനും കുട പിടിച്ചിട്ടുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ അരുൺകുമാർ? അതെ, ഇതിപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയന്ത്രണവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പലതരത്തിലും ഒബ്ജക്ഷനുകൾ കൊടുക്കുകയും അത് ഹിയറിംഗ് പോലുമില്ലാതെ അത്തരത്തിലുള്ള ഒബ്ജക്ഷനുകൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾക്ക് അവസരമൊരുക്കുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പങ്കും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴും ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾ സത്യവാങ്മൂലം തരൂ എന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം എന്ന രൂപത്തിൽ പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഗൗരവമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ സത്യവാങ്മൂലം നിർബന്ധമാണ് എന്ന് പറയാൻ ഇവർക്ക് എന്താണ് വികാരം? ഇവിടത്തെ നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒരു തെറ്റായ കാര്യം, ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു എന്നറിഞ്ഞാൽ തന്നെ സുവോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആ ഭരണഘടനാ സ്ഥാപനത്തിന് തന്നെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ഭരണഘടനാ സ്ഥാപനം സത്യവാങ്മൂലം തന്നാലേ മാത്രമേ ഞങ്ങൾ പരിഗണിക്കൂ എന്ന് പറയുന്ന വിചിത്രമായിട്ടൊരു സാഹചര്യവും നാം കാണുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ഒട്ടും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കാരണം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി സത്യസന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി അത് ജെന്യുവിനാണെന്ന് ബോധ്യപ്പെട്ട് രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു വോട്ടർ പട്ടികയിൽ ഒരു പേര് ഉൾപ്പെടുത്താൻ കഴിയൂ. ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തുമ്പോൾ സംശയം വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേക നിരീക്ഷണത്തിന് വെച്ച് വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് സ്ഥല പരിശോധന വരെ നടത്താൻ റവന്യൂ അതോറിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തഹസിൽദാറെയോ വില്ലേജ് ഓഫീസറെയോ എല്ലാം ചുമതലപ്പെടുത്തി അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും സംശയ നിവാരണം നടത്തിയതിനു ശേഷമാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ ഇവിടെ പോസ്റ്റ് കാർഡ് ഒരു അഡ്രസ്സ് വന്നതായിട്ട് കാണിച്ചാൽ വരെ ആർക്കും വേണമെങ്കിലും ദൂരെ നിന്നിട്ട് ഒരു അഡ്രസ്സിൽ അയക്കാം.
വെദർ അത് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സെർവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കുന്ന കാര്യം പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നില്ല. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ ഈ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ NGO താങ്കളുടെയൊക്കെ വിലാസത്തിൽ മറ്റാരെങ്കിലും കള്ളവോട്ടിൽ അല്ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. അതെ അതെ അതെ, അങ്ങനെ തന്നെ പോവുകയാണ്. ഇപ്പൊ നമ്മൾ അറിയണമെന്നില്ലല്ലോ കൃത്യമായിട്ട്. ഇപ്പോ ചില വീടുകൾ ഈ ഇതര സംസ്ഥാന ഫ്ലാറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് അതെ അതെ അതെ. ഇപ്പൊ ഈ കൊച്ചിയിൽ നിന്നും ഇന്നൊരു വാർത്ത പുറത്തു വന്നത് അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ഒരു 37 വോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ പരിശോധിച്ച് നിയമപരമായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തണം. ഇപ്പൊ ഇന്നലെ പല വെബ്സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക തന്നെ കാണാതാകുന്ന ഒരു സാഹചര്യം എല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന വലിയ വലിയ തെളിവുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമായിട്ട് വേണം നമുക്ക് കാണാൻ. ഇത് ജനാധിപത്യത്തെ തകർക്കുകയാണ്, ഭരണഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. ജനപ്രാതിനിധ്യ നിയമം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമം ഉൾക്കൊള്ളുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇടപെടൽ ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ തന്നെ BJPയുടെ ഒരു ഘടകകക്ഷി എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു, NDAയുടെ ഘടകകക്ഷി എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അത് ഏറ്റവും ഗൗരവമായി ജനങ്ങൾ അതിലെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാഷ്ട്രീയപരമായി വലിയ പ്രതിഷേധം ഉയർത്താൻ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇത് നിയമപരമായി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? കാരണം സാധാരണഗതിയിൽ ഈ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സമയപരിധിയിൽ വേണമല്ലോ നമ്മൾ കോടതിയെ സമീപിക്കാനൊക്കെ. ഇത്രയും കാലം വൈകിയത് കൊണ്ട് തന്നെ നിയമപരമായി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ശ്രീ അരുൺകുമാർ? അതിലൊരു പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 30 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് ഒരു വർഷം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കേസായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ വ്യാപകമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിശോധിച്ച് അത് നടപടി സ്വീകരിക്കാനും അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കാനും ഒരു ഭരണഘടനാ കോടതി, അതായത് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു വരാം. കാരണം ഇതിൽ ജനങ്ങളുടെ മൗലിക അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. റൈറ്റ് ടു വോട്ട്, അതും സത്യസന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതും നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായി, ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൗലിക അവകാശമാണ്. അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു, ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭരണഘടനാ കോടതിയായ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികളിലും റിട്ട് പെറ്റീഷനായിട്ട് നേരിട്ട് തന്നെ നമുക്ക് വരാം. അത് തെരഞ്ഞെടുപ്പ് കേസല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസാണ്. ഏതെങ്കിലും ഒരു ജയിച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വിജയം അസാധുവാക്കാനോ ഇനി കഴിയില്ല. മറിച്ച് ഈ സമ്പ്രദായത്തെ തന്നെ, ഈ സിസ്റ്റത്തെ തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ കേസായിട്ട് നമുക്ക് നേരിട്ട് വരാവുന്നതാണ്. ശരി, ഓക്കെ, താങ്ക് യു ശ്രീ അരുൺകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും